ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് കറി ഉണ്ടാവും. ഇനി കുക്കർ അടച്ച് വെച്ച് ഞാനിപ്പോൾ 5 വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത്. ബീഫിൻ്റെ വ്യത്യാസം അനുസരിച്ച് വേവുന്ന സമയത്തിൽ മാറ്റം വരും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ 5 വിസിൽ വന്നു. പ്രഷറൊക്കെ പോയതിനു ശേഷം ഞാൻ കുക്കർ തുറന്ന് നോക്കുവാണ്. ഇപ്പം നമ്മളുടെ ബീഫ് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് 1.5 ടീസ്പൂൺ മീറ്റ് മസാലയാണ്, ഇറച്ചി മസാല. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ കറിക്ക് നല്ല മണവും ഉണ്ടാവും, രുചിയും കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ചൂടോടെ ചേർത്ത് കൊടുക്കണേ, തണുത്തതിന് ശേഷമല്ല. നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് മാറ്റി എടുക്കുമല്ലോ, ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ പച്ച ചുവ ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം.